ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. CGL 2024 അച്ചീവേഴ്സ് ബാച്ചിന്റെ ക്ലാസ്സുകൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇതിനോടകം നമ്മൾ അരിത്തമെറ്റിക്കിന്റെ ബാക്കി എല്ലാ ചാപ്റ്റേഴ്സിന്റെയും ക്ലാസ്സുകൾ ചെയ്തു കഴിഞ്ഞു. നമ്മൾ അഡ്വാൻസ്ഡ് മാത്സിലേക്ക് കടക്കുകയാണ്. അതിലെ നമ്പർ സിസ്റ്റം എന്നുള്ള ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിലെ ഏതാനും ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. എങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യണം, എക്സാമിന് എങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റും, എന്തൊക്കെ കൺസെപ്റ്റുകളാണ് നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടത്, അതെല്ലാം ഇന്നത്തെ ക്ലാസ്സിൽ ഒരു പ്രാക്ടീസ് ക്ലാസ് പോലെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. മുന്നത്തെ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ ആ ക്ലാസ്സിലെല്ലാം കാണുക. ഏകദേശം 1000-ഓളം ക്വസ്റ്റ്യൻസ് നമ്മളുടെ ഈ ഒരു CGL സീരീസിന് വേണ്ടി മാത്രമായിട്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കണ്ട് അതിൻ്റെ എല്ലാ ഗുണങ്ങളും നിങ്ങളുടെ എക്സാംസിന് എന്തായാലും ഉറപ്പായിട്ടും ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരും. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നമ്മുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾക്ക് CGLന്റെ ക്ലാസ്സുകൾ വേണമെങ്കിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ വഴി ആക്സസ് ചെയ്യാവുന്നതാണ്. ഫുൾ സിലബസും കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള 3 ലെവൽസ് ഓഫ് പ്രിപ്പറേഷനുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഡെമോ ക്ലാസ്സുകൾ ഉണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ച് പഠിക്കാവുന്നതാണ്. ഓക്കെ, ഇത് ഓഫ്ലൈൻ സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. യെസ്, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ റിമൈൻഡർ വെൻ 265 raised to 4081 plus 9 is divided by 266? അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നമ്മുടെ CGL 2023 CGL വന്നതാണ്. അപ്പോൾ എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? 265 റേഷ്യോ 4081 പ്ലസ് 9 266 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ള റിമൈൻഡർ ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഈ ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. എന്താ ചെയ്യേണ്ടത്? 265നെ ഈ ഡിനോമിനേറ്ററുള്ള വാല്യൂ ഉണ്ട് അതിൻ്റെ അടുത്തുള്ള ഒരു നമ്പറായിട്ട് മാറ്റണം. ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ കിട്ടിയെങ്കിൽ ചെയ്യാൻ പറ്റിയെങ്കിൽ ഒന്ന് ക്വസ്റ്റ്യൻ ഒന്ന് പോസ് ചെയ്ത് നോക്കുക. ആൻസർ കിട്ടിയോ ഇല്ലയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. 265 നമുക്ക് എങ്ങനെ എഴുതാം? 266 - 1 എന്ന് എഴുതാം. അതേ റേസ് ടു 4081 പ്ലസ് 9നെ 266 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള റിമൈൻഡർ ആണ് വേണ്ടത്, ശിഷ്ടമാണ് വേണ്ടത്. അപ്പോൾ 266നെ -1, 266 - 1നെ 266 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് റിമൈൻഡർ വരുന്നത്? -1 ആണ്. -1 റേസ് ടു 4081. 4081 എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പറാണ്. പ്ലസ് 9 ഇതിനെ നമുക്ക് 266 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ മതി. -1ന്റെ ഓഡ് പവർ എന്ന് പറഞ്ഞാൽ -1 എന്നാണ്. -1നെ ഓഡ് പവർ ചെയ്യുമ്പോൾ -1 പ്ലസ് 9, -1 പ്ലസ് 9 8 എന്ന് കിട്ടും. 8/266 എന്ന് കിട്ടും. അപ്പോൾ എത്ര ആയിരിക്കും അവിടുത്തെ റിമൈൻഡർ എന്ന് പറയുന്നത്? ഇപ്പോഴും നമ്മുടെ റിമൈൻഡർ ഡിവൈസറിനേക്കാളും ചെറുതായിരിക്കും. അപ്പോൾ നമ്പർ സിസ്റ്റത്തിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇനിയും അത് പഠിച്ചിട്ടില്ലാത്തവർക്ക് SSC GD 2022 പ്ലേലിസ്റ്റിലെ നമ്പർ സിസ്റ്റത്തിന്റെ ക്ലാസ്സുകളെല്ലാം കാണുക. നിങ്ങൾക്ക് ഏറെക്കുറെ നല്ല ഐഡിയ കിട്ടും. ഓപ്ഷൻ A നമുക്ക് ആൻസർ കൊടുക്കാം. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്, നല്ലൊരു ക്വസ്റ്റൻ ആണ്. യെസ്, നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റൻ, ഫൈൻഡ് ദ സ്മോളസ്റ്റ് നമ്പർ ദാറ്റ് ക്യാൻ ബി സബ്ട്രാക്റ്റഡ് ഫ്രം ഈ നമ്പർ സോ ദാറ്റ് ഇറ്റ് ബിക്കംസ് ഡിവിസിബിൾ ബൈ 8. ഒരു നമ്പർ 8 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ലാസ്റ്റ് 3 ഡിജിറ്റ്, അതൊക്കെ നമ്മൾ SSC GDയുടെ പ്ലേലിസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ആ നമ്പറിന്റെ ലാസ്റ്റ് 3 ഡിജിറ്റ് എന്തിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും? 8ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ ഏത് നമ്പർ കുറയ്ക്കണം? സ്മോളസ്റ്റ് നമ്പറാണ് കുറയ്ക്കേണ്ടത്. സോ ദാറ്റ് ഈ നമ്പർ എന്താണ്? 8ന്റെ ഡിവിസിബിൾ ആണ്. അപ്പോൾ ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒരുപാട് ഈ പ്രിലിംസിന് കിട്ടുന്നതായിരിക്കും. നമ്മളുടെ ക്ലാസ്സുകളിൽ നിന്ന് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഫുൾ മാർക്ക് വാങ്ങാനുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിപ്പോ 8ന്റെ മൾട്ടിപ്പിൾ ആണോ? 32 6 326 അല്ല, 8ന്റെ മൾട്ടിപ്പിൾ അല്ല. കാരണം 32 8ൽ പോവും, 6ൽ 8ൽ പോകത്തില്ല. അതായത് 6 ഇഷ്ടമായിട്ട് എടുക്കുക. മിനിമം നമ്മൾ 6 കുറച്ചെങ്കിൽ മാത്രമേ, 6 എന്ന് പറഞ്ഞ നമ്പർ കുറച്ചെങ്കിൽ മാത്രമേ എന്താവത്തുള്ളൂ? ഈ നമ്പർ 8ന്റെ മൾട്ടിപ്പിൾ ആവത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഓപ്ഷൻ C നമുക്ക് പേന പോലും എടുക്കാതെ നമുക്ക് ആൻസർ പറയാൻ പറ്റും. ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇവിടെ കണ്ടീഷൻ എന്താണ്? ഒരു നമ്പർ 8ന്റെ ഡിവിസിബിൾ ആണെങ്കിൽ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഡിവിസിബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇപ്പോൾ ഡിവിസിബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്ക് ഓൾറെഡി ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതാണ്, നമ്മുടെ ദിശ അക്കാഡമി യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുള്ളതാണ്. അത് SSC GD 2022 പ്ലേലിസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഡിവിസിബിലിറ്റി ഓരോ നമ്പേഴ്സിന്റെ എങ്ങനെ ചെക്ക് ചെയ്യാം അതിന്റെ മെത്തേഡ്സുകളും ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുള്ളതാണ്. കണ്ടിട്ടില്ലാത്തവർ അത് കണ്ട് നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ഒരു ക്വസ്റ്റ്യൻ അവിടെ നിന്നും ഉറപ്പായിട്ട് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ലാർജസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ. ഓക്കെ, ലാർജസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 88. 88 കൊണ്ട് എക്സാക്ട്ലി ഡിവിസിബിൾ ആയിട്ടുള്ള ലാർജസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒരു നമ്പർ 88ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലെങ്കിൽ ഡിവിസിബിൾ ആണെന്ന് പറഞ്ഞാൽ
ആ നമ്പർ 11ന്റെയും 8ന്റെയും മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മുടെ ലാർജസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് ഒരിക്കലും ലാർജസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞ് എടുത്തിട്ട് 9 5 9 എടുത്തിട്ട് ലാർജസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ ആണ്, അതിനെ 88 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ റിമൈൻഡർ നോക്കി ഒന്നും വേണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ക്വസ്റ്റ്യനൊക്കെ എക്സാമിന് വരുവാണെങ്കിൽ ഓപ്ഷൻ എടുക്കുക. ഓപ്ഷനകത്ത് ഏറ്റവും വലിയ നമ്പർ എടുക്കുക. 9 9 4 9 പിന്നെ ഒരു 0. 84 ഇതല്ല, 49 74 അല്ല, 49 68. ഏറ്റവും വലുത് ഇതാണ്. ഇത് 11ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് നോക്കുക, 8ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് നോക്കുക. രണ്ട് സാറ്റിസ്ഫൈ ചെയ്താൽ ഇതാണ് ലാർജസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ വിച്ച് ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 88. ഇവിടെ നോക്ക്, ഇത് 11ന്റെ മൾട്ടിപ്പിൾ ആണോ? 11 11 അതെ 11ന്റെ മൾട്ടിപ്പിൾ ആണ്. അതായത് 11 1 0 9 11ന്റെ മൾട്ടിപ്പിൾ ആണ് എന്തായാലും, അല്ലെങ്കിൽ 9 9 18 9 9 18. 8ന്റെ മൾട്ടിപ്പിൾ ആണോ? 990. ലാസ്റ്റ് 3 ഡിജിറ്റ് 8ന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കുക. 19 8നകത്ത് 19 19നകത്ത് 16 വരുമ്പോൾ 30. 8ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പൊ എന്ത് ചെയ്യും? അടുത്ത നമ്പർ നോക്കുക, അടുത്ത വലിയ നമ്പർ നോക്കുക. ഇതിനൊക്കെ എത്ര സമയം വേണം? അടുത്ത വലിയ നമ്പർ ഏതാ? ഇതാണ്. ഇവിടെ നോക്കുമ്പോൾ ഇത് 9ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് നോക്കുക. 13 9 22 8 9 17 22 17 ഡിഫറൻസ്. 11ന്റെ മൾട്ടിപ്പിളോ 0 അല്ല, ഇത് 11ന്റെ മൾട്ടിപ്പിൾ അല്ല. അടുത്ത വലുത് നോക്കുക, ഇതാണ്. 17 9 26 9 7 16 26 16 ഡിഫറൻസ് 10 ആണ്. ഇതും 11ന്റെ മൾട്ടിപ്പിൾ അല്ല. 11ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള അടുത്ത നമ്പർ ഇത് മാത്രമേ ഉള്ളൂ. നോക്ക്, 17 9 26 9 5 11 ഡിഫറൻസ് 11 ആണ്. അതായത് ഈ നമ്പർ 11ന്റെ മൾട്ടിപ്പിൾ ആണ്, ഇത് 8ന്റെ മൾട്ടിപ്പിൾ ആണ്. നിങ്ങൾ ഓപ്ഷൻ ചെയ്തിട്ടുണ്ട്, ഓപ്ഷൻ ഡി ഉണ്ട്. നിങ്ങൾ അല്ലാതെ മെത്തേഡൊക്കെ എങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ ചെയ്യുന്നത്? അല്ലാതെ മെത്തേഡ് ചെയ്യുന്നത് നമ്മൾ വലിയ നമ്പർ ഓക്കെ ഇത് ഓപ്ഷൻ വഴി ചെയ്യണം. ഇതിന്റെ എക്സാം മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ വഴിയാണ്. അല്ലാതെ നിങ്ങൾ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? 9 9 9 9 9 എടുത്തു, എന്നിട്ട് ഇതിനെ 88 കൊണ്ട് ഡിവൈഡ് ചെയ്തു, എന്നിട്ട് റിമൈൻഡർ കണ്ടുപിടിച്ചു. ആ റിമൈൻഡർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു? ഇതിൽ നിന്നും കുറച്ചു. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. റിമൈൻഡർ നിങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ 88 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 11 കൊണ്ട് വെട്ടിയിട്ട് ചെയ്യും. 88 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ 11 വരും, ശിഷ്ടം. പിന്നെ 119 88 നോക്കും. അങ്ങനെ റിമൈൻഡർ നിങ്ങൾക്ക് ഒരു വാല്യൂ കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യും? ഞാൻ അത് കുറയ്ക്കും. പക്ഷെ അതിന്റെ ആവശ്യമുണ്ടോ? ഓപ്ഷൻ വഴി നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. അതുപോലെ ലാർജസ്റ്റ് 5 6 7 എന്തോ ആയിക്കോട്ടെ, 7 ഡിജിറ്റോ എന്തോ ആയിക്കോട്ടെ, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇൻ എ ഡിവിഷൻ സം ദ ഡിവൈസർ ഈസ് 13 ടൈംസ് ദ ക്വോഷ്യന്റ് ആൻഡ് 6 ടൈംസ് ദ റിമൈൻഡർ. റിമൈൻഡർ ഇത്രയാണെങ്കിൽ ദെൻ ദ ഡിവിഡൻഡിന്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഡിവിഡൻഡ് എന്താണ്, ഡിവൈസർ എന്താണ്, റിമൈൻഡർ എന്താണെന്നൊക്കെ അറിയണം. നമ്മുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ എന്നാണ്. ഇനി എക്സാമ്പിൾ ആയിട്ട് 36 വേണ്ട, 37 കൊടുക്കാം. 37 എന്ന് പറയുന്ന നമ്പർ, 37നെ നമുക്ക് എങ്ങനെ എഴുതാം? 6 ഗുണം 6 പ്ലസ് 1. 37 എന്ന് പറഞ്ഞാൽ എന്താണോ നമ്മളുടെ ഫൈനൽ നമ്പർ. 6 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, 37നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ നമുക്ക് 6 വരും, റിമൈൻഡർ ശിഷ്ടം 1 വരും. ഈ 6നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ഡിവൈസർ എന്ന് പറയുന്നത്. എന്താണോ നമ്മളുടെ മെയിൻ നമ്പർ അതിനെയാണ് നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഡിവിഡൻഡ് എന്ന് പറയുന്നത് നമ്പർ സിസ്റ്റത്തിന്റെ ക്ലാസ് ഓൾറെഡി LCM SCFന്റെ ക്ലാസ് ഓൾറെഡി 2023 CGL വേണ്ടി ക്രാഷ് കോഴ്സ് ആയിട്ട് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു 1.5 മണിക്കൂറുള്ള ക്ലാസ്സുകളാണ്. 2 മണിക്കൂറോളം അടുപ്പിച്ച് ഈ 2 ക്ലാസ്സിലും ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ട് പോകുന്നത് നിങ്ങളുടെ എക്സാമിന് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. അത് മസ്റ്റായിട്ടും കാണുക. CGL 2023 പ്ലേലിസ്റ്റ് ഉണ്ട്. നിങ്ങൾ വെറുതെ നിങ്ങൾ നമ്പർ സിസ്റ്റം ക്രാഷ് കോഴ്സ് ദിശ അക്കാഡമിന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഫസ്റ്റ് വരുന്ന വീഡിയോ അത് കണ്ട് പഠിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആണ് ചെയ്തിട്ടുള്ളത്. അതെല്ലാം കാണുക, പഠിക്കുക. ഓക്കെ, അപ്പോൾ അതൊക്കെ കാണുവാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എല്ലാം വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ ഇവിടെ പറയുന്നു ഒരു ഡിവിഷൻ സമ്മിൽ ഡിവൈസർ 13 ടൈംസ് ക്വോഷ്യന്റ് ആണ്, 6 ടൈംസ് റിമൈൻഡർ ആണ്. റിമൈൻഡർ എന്നിട്ടുണ്ട് ഡിവിഡൻഡ് വേണം. അപ്പോൾ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? കോഷ്യന്റ് ഇൻറ്റു അല്ലെങ്കിൽ ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ്. ഡിവൈസർ 13 ടൈംസ് കോഷ്യന്റ് ആണ് ആൻഡ് 6 ടൈംസ് റിമൈൻഡർ ആണ്. റിമൈൻഡർ 39 ആണ്. റിമൈൻഡർ 39 ആണെങ്കിൽ 39 എന്ന് പറഞ്ഞാൽ 39ന്റെ 6 ടൈംസ് ആണ് എന്തെന്ന് പറയുന്നത് ഡിവൈസർ. അപ്പോൾ ഡിവൈസർ എന്ന് പറഞ്ഞാൽ 39 ഗുണം 6 ആണ്. 39 ഗുണം 6 എത്രയാണ്? 36 180 96 54. അതായത് 234. 234 ആണ് നമ്മളുടെ ഡിവൈസർ എന്ന് പറയുന്നത്. അതേ ഇൻറ്റു കോഷ്യന്റ്. ഡിവൈസർ ഈസ് 13 ടൈംസ് ദ കോഷ്യന്റ്. 234 എന്ന് പറയുന്നത് 13 ഇൻറ്റു കോഷ്യന്റ് ആണ്. കോഷ്യന്റ് എന്ത് കിട്ടും? 13 ചെയ്യുമ്പോൾ 1 ബാക്കി 10 104 18 എന്ന് കിട്ടും. 18 ആണ് നമ്മുടെ കോഷ്യന്റ്. അപ്പോൾ ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ. അപ്പോൾ കാൽക്കുലേഷൻ ഈ സ്പീഡ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഡെയിലി മാത്സിന്റെ എക്സസൈസ് ചെയ്യുക. അത് നമ്മുടെ ചാനലിൽ സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സ് എന്ന് പറഞ്ഞ വീഡിയോയിലായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ ദയവായിട്ട് അത് കാണും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്താലേ നിങ്ങൾക്ക് നിങ്ങളുടെ കാൽക്കുലേഷൻ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റൂ. അതേ പ്ലസ് റിമൈൻഡർ 39 കിട്ടും. അപ്പോൾ നമുക്ക് യൂണിറ്റ് നോക്കാം. 8 4 32 2 9 2 9 ആകുമ്പോൾ 1 വരെ യൂണിറ്റ് നമ്മൾ ഓപ്ഷൻ ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ സി. നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. യൂണിറ്റ് വെച്ച് എന്ത് ചെയ്തു നമ്മൾ ചെയ്യും.
പഠിക്കേണ്ട കാര്യം ഇതാണ്. ഞാൻ നിങ്ങൾക്ക് കുറേ പേര് എൻ്റെ ക്ലാസ് ആദ്യം മുതലേ കാണുന്നവർക്കാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, പേന എടുക്കാതെ ഈ ക്വസ്റ്റൻസ് എല്ലാം ചെയ്യാം. പക്ഷെ ഒരുപാട് പേര് പുതുതായിട്ട് വരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എല്ലാ ക്വസ്റ്റനും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെയാണ് പോകുന്നത്. പേന എടുക്കാതെ ചെയ്യേണ്ട ക്വസ്റ്റൻസ് പേന എടുക്കാതെ തന്നെ ചെയ്യാം. എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേന എടുക്കാതെ ക്വസ്റ്റൻസ് ചെയ്യാൻ പറ്റും. യെസ്, അടുത്ത ക്വസ്റ്റൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എല്ലാവരും. Question okay. Part 1, while solving a problem, Suhas by mistake took a number as dividend which was 10% less than the original dividend. He also mistakenly took the number as quotient which was 20% less than the original quotient. If the correct quotient of the original question of division was 24 and the remainder 0 ആണെങ്കിൽ, assuming that there is no error in his calculation, what was the quotient obtained by Suhas? അത് അയക്ക് കിട്ടിയ തെറ്റായിട്ട് കിട്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വേണ്ടത്. ഇപ്പം നമ്മൾ പഠിച്ച ആ ഒരു കൺസെപ്റ്റ് വെച്ച് എത്ര പേർക്ക് ആൻസർ കിട്ടിയെന്ന് എനിക്കറിയില്ല, അത് കമന്റ് ആയിട്ട് പറയാവുന്നതാണ് എത്ര പേർക്ക് കിട്ടിയെന്ന്. അപ്പോൾ ഇവിടെ ഡിവിഡൻഡ് നമുക്കറിയാം, ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഡിവൈസർ ഇൻറ്റു ക്വോഷ്യന്റ് പ്ലസ് റിമൈൻഡർ, അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഡിവിഡൻഡിന്റെ റേഷ്യോ എന്താ വരുന്നത്? ഡിവിഡൻഡ് വിച്ച് വാസ് 10% ലെസ് ദാൻ ദ ഒറിജിനൽ ഡിവിഡൻഡ്. ഡിവിഡൻഡ് ഇനിഷ്യലി 10 ആണെങ്കിൽ 10% എന്ന് പറഞ്ഞാൽ 1/10 ആണ്. 1/10 ലെസ് ആണ്. പെർസെന്റേജിന്റെ ക്ലാസ് നിങ്ങൾ കണ്ടു കാണും എന്ന് വിശ്വസിക്കുന്നു, അതൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അന്നേരം എങ്ങനെ പെർസെന്റേജിന്റെ ബേസ് ക്ലാസ് പഠിക്കണം എന്നുള്ള കാര്യങ്ങളും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. 10 ആണെങ്കിൽ 1 കുറച്ച് 9 ആണ് എന്തെടുത്തത്, ഇപ്പൊ എടുത്തത്, ഇനിഷ്യലും ഫൈനലും. രണ്ടാമത്തെ കേസിൽ കോഷ്യന്റ് അയാൾ എന്താ ചെയ്തത്? ഹി ഓൾസോ മിസ്സിംഗ് ടുക്ക് ദ നമ്പർ ഓഫ് കോഷ്യന്റ് വിച്ച് വാസ് 20% ലെസ് ദാൻ ദ ഒറിജിനൽ കോഷ്യന്റ്. അപ്പോ കോഷ്യന്റ് എന്താ ചെയ്തത്? 5 ഉള്ളെങ്കിൽ 20% ലെസ് ആണ്. 20% ലെസ് എന്ന് പറഞ്ഞാൽ 1/5 ആണ് 20%. 5 ആണെങ്കിൽ 4 ആണ് എടുത്തത്. ഇപ്പൊ പറയുന്നു ഇനിഷ്യൽ കോഷ്യന്റ് എത്രയാണ്? ഇനിഷ്യൽ കോഷ്യന്റ് നമ്മൾ 24, അതായത് ഇനിഷ്യലുള്ള കോഷ്യന്റ് ഇതാണ് 24. ഇനിഷ്യൽ കോഷ്യന്റ് 24 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇനിഷ്യൽ കോഷ്യന്റ് 24 ആണ്. അപ്പൊ ഇനിഷ്യൽ നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 24 ആണ് നമ്മുടെ കോഷ്യന്റ് ഇൻറ്റു ഡിവൈസർ. ഡിവൈസർ അല്ലേ നമുക്ക് തന്നത്? യെസ്, കാൽക്കുലേഷൻ എഴുതിട്ടോ. നമ്പർ കോഷ്യന്റ് വിച്ച് വാസ് 10% ഒറിജിനൽ കോഷ്യന്റ്. ഓക്കെ, ഇവിടെ നമുക്ക് കോഷ്യന്റ് ഇല്ല, അവിടെ ക്വസ്റ്റിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നത്. ഇത് ഡിവൈസറിന്റെ റേഷ്യോ ആണ്. ഈ സംഭവം ഇവിടെ നമ്പർ ആസ് ദ ഡിവൈസർ വിച്ച് വാസ് 20% ലെസ് ആണ് ദ ഒറിജിനൽ ഡിവൈസർ. ഓക്കെ, കോഷ്യന്റിന്റെ കാര്യമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇനിഷ്യലി കണ്ടുപിടിച്ചിട്ട് ചുമ്മാ 10% മാറ്റി അതില്ലോ, 20% ലെസ് ആക്കി എടുത്താൽ അതില്ലോ. അതല്ല ഡിവൈസർ, ഇത് ഡിവൈസർ ആണ് കേട്ടോ. ഡിവൈസർ 5 ആണെങ്കിൽ ഫൈനൽ എന്താണ്? ഇനിഷ്യൽ 5 ആണെങ്കിൽ 4 ആയിട്ട് എടുത്തത്. അപ്പൊ ഇനിഷ്യൽ ക്വസ്റ്റ്യൻ ഇഫ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദ ഒറിജിനൽ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡിവിഷൻ വാസ് 24, കറക്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിനകത്ത് ക്വസ്റ്റ്യൻ ആണ് തന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? 24 കറക്റ്റ് ക്വസ്റ്റ്യൻ. അതിനകത്തുനിന്ന് 20% കുറച്ച് എഴുതിയാൽ അതായിരിക്കും ആൻസർ. പക്ഷെ ക്വസ്റ്റ്യൻ അല്ല, ഇവിടെ ഡിവൈസർ ആണ്. ക്വസ്റ്റ്യനകത്ത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. അപ്പൊ ഡിവൈസർ 5 ആണെങ്കിൽ ഫൈനൽ എത്രയാണ്? 4 ആണ്. അപ്പൊ ആദ്യത്തെ കേസിൽ കറക്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദ ഒറിജിനൽ ക്വസ്റ്റ്യൻ എത്രയാണ്? 24 ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ 24 × 5, 24 ക്വസ്റ്റ്യൻ ഇൻറ്റു ഡിവൈസർ, 5 + 0 അതായിരിക്കും നമ്മുടെ ഡിവൈസർ എന്ന് പറയുന്നത്. ഡിവൈസർ എന്ന് പറയുന്നത് 120 ആയിരിക്കണമായിരുന്നു ഇതെന്ന് പറയുന്നത് ഡിവൈസർ എന്ന് പറയുന്നത്. അപ്പൊ 120 പകരമാണ് നമുക്ക് 120 വരുന്നത് കറക്റ്റ് തന്നിരുന്നെങ്കിൽ. സിമിൻ there was no calculation what was the quotient obtained by Suhas. അപ്പോൾ 120 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ 10 യൂണിറ്റ് വാല്യൂ ആണ്. 10 യൂണിറ്റ് വാല്യൂ 120 ആണെങ്കിൽ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 12 ആണ്. ഫൈനൽ നമ്മുടെ ഡിവിഡൻഡ് എത്ര വരുന്നത്? 9 യൂണിറ്റ് ആണ്. 10 യൂണിറ്റ് 120 ആണ്, 1 യൂണിറ്റ് 12 ആണ്. 9 യൂണിറ്റ് എത്ര വരും? 12 × 9 108 ആണ്. 108 ആണ് നമ്മളുടെ ഫൈനൽ ആയിട്ടുള്ള ഡിവൈസർ. റിമൈൻഡർ വേറെ ഒന്നുമില്ല, റിമൈൻഡർ ചേഞ്ച് ഒന്നുമില്ല. അപ്പൊ നമ്മളുടെ ഫൈനൽ ക്വസ്റ്റ്യൻ എന്ത് വരും? ഫൈനൽ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ 108 ആണ്. ഫൈനൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ് വെച്ച് വേണമെങ്കിൽ ചെയ്യാം. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈനൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ
ഡിവിഡൻഡ് ബൈ റിമൈൻഡർ 0 ആണ്. ഡിവിഡൻഡ് ബൈ ഇത് മാത്രമേ തെറ്റെടുത്തുള്ളൂ. ഡിവിഡൻഡ് ബൈ നമ്മുടെ ഡിവൈസർ എത്ര പറയുന്നത്? ഫൈനൽ ഡിവൈസർ നമ്മുടെ 4 ആണ്. 98/4 27 ആൻസർ കിട്ടും. ഈ ക്വസ്റ്റ്യൻ ഒന്നുമില്ല, പക്ഷേ ആ ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആയിരുന്നു പ്രശ്നം. എന്താ അവർ ചെയ്യുന്നത്? അയാൾ നമ്മുടെ ഈ ഫോമിൽ നമുക്കറിയാം 10% കുറച്ചെടുത്തു, 10ന്റെ സ്ഥാനത്ത് 9 എടുത്തു. മറ്റേ ഡിവൈസറിൽ എന്ത് ചെയ്തു? ചേഞ്ച് വരുത്തി. ഡിവൈസർ 5 ആണെങ്കിൽ ഡിവൈസർ 5 ആണെന്ന് എടുക്കുവാണ്. ഡിവൈസർ 5 ആണെങ്കിൽ നമ്മുടെ ഇനിഷ്യൽ ക്വസ്റ്റ്യൻ എന്താണ്? കറക്റ്റ് ക്വസ്റ്റ്യൻ 24 ആണ്. ഒറിജിനൽ ക്വസ്റ്റ്യൻ ഇവിടെ ക്വസ്റ്റ്യൻ വന്നിരുന്ന പ്രശ്നം നോക്ക്, 24 നിന്ന് 20% കുറച്ചങ്ങ് എഴുതിയാൽ പോരായിരുന്നു. അതല്ല ഓപ്ഷനിലുള്ളത്. ശ്രദ്ധിച്ചോണം കേട്ടോ, ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് ഡിവിഡൻഡിന് ആൻസർ 120 കിട്ടി. 120 ഇതാണെങ്കിൽ ഇനിഷ്യൽ വാല്യൂ ആണ് 120, ഫൈനൽ വാല്യൂ കിട്ടി. ഫൈനൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫൈനൽ വാല്യൂ ഡിവൈഡഡ് ബൈ നമ്മളുടെ എത്രയാണോ ഡിവൈസർ ആ സമയത്തുള്ളത് ഡിവൈഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. Two numbers when divided by a certain divisor leave the remainder 57. When the sum of the two numbers is divided by the same divisor, remainder is 49. ഡിവൈസറിന്റെ വാല്യൂ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചെയ്ത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നോക്കൂ, രണ്ട് നമ്പേഴ്സ് ഡിവൈഡ് ബൈ സർട്ടൻ ഡിവൈസർ, അതായത് ഡിവൈഡ് ചെയ്യുന്ന സാധനമാണ് ഡിവൈസർ. ലീവ് ദ റിമൈൻഡർ 57. സം ഓഫ് ടു നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഡിവൈസറോട് ഡിവൈഡ് ചെയ്യുമ്പോൾ 57 ആണ് റിമൈൻഡർ. രണ്ടാമത്തെ നമ്പറിനെ ഡിവൈസറോട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 57. സമ്മ് ചെയ്യുമ്പോൾ 57 അധികം 57 114 ആയിരിക്കണം എന്തെന്ന് പറയുന്നത് അവിടെ റിമൈൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ പറയുന്നതനുസരിച്ച് സാധാരണ നോർമൽ ആയിട്ടുള്ള നമ്പർ ആണെങ്കിൽ രണ്ടും കൂടെ കൂട്ടുമ്പോൾ 2 റിമൈൻഡർ കൂട്ടി 114 എന്ന് വരേണ്ടത്. പക്ഷേ ആ സമ്മിനെ നമ്മൾ ഡിവൈസറോട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര വരുന്നുള്ളൂ? 49 വരുന്നു. 114 എന്ന് പറയുന്ന ആ ഒരു റിമൈൻഡറിനെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ആ റിമൈൻഡറോട് ആഡ് ചെയ്യുമല്ലോ, ശിഷ്ടം കൂടെ ആഡ് ചെയ്യുമല്ലോ. അതിനെ നമ്മൾ ആ ഡിവൈസർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര വരും? 49 വരും. അതായത് നമ്മുടെ ഡിവൈസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 114 നിന്നും 49 കുറവായിരിക്കും. 49 114നെ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 49 എക്സ്ട്രാ അധികമായിട്ട് കിടക്കുന്നു. അതായത് എത്രയാണ്? 60ഉം 65. അതായത് 65 ആയിരിക്കും നമ്മുടെ ഡിവൈസർ. കാരണം ഒരിക്കലും നമ്മളുടെ ഡിവൈസറിനെ ഡിവൈസറിനേക്കാളും കൂടുതൽ വരത്തില്ല. ഇവിടെ എന്തുകൊണ്ട് നമുക്ക് 114 വന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 114 57 വരാം. കാര്യം 65നേക്കാളും ചെറുതാണ് റിമൈൻഡർ. രണ്ടിടത്തും 60 ഇത് വരാം. സമ്മ് ചെയ്യുന്ന സമയത്ത് എന്ത് വന്നു? 114 വന്നു സമ്മ്. ഒരിക്കലും 114 നമുക്ക് റിമൈൻഡർ ആയിട്ട് വരത്തില്ല. കാരണം ഇവിടെ ഡിവൈസർ എത്രയാണ്? 65 ആണ്. എപ്പോഴും നമ്മളുടെ റിമൈൻഡർ ഈസ് ഓൾവേസ് ലെസ് ദാൻ ഡിവൈസർ ആയിരിക്കും. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ആയിട്ട് പഠിക്കണം. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒരു പ്രോപ്പർട്ടി ആയിട്ട് പഠിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. മനസ്സിലായല്ലോ? അപ്പോൾ അതിനെ റിമൈൻഡറിനെ അതുകൊണ്ട് ചെയ്യുമ്പോൾ റിമൈൻഡറിനെ സമ്മിനെ ആ ഒരു ഡിവൈസർ കൊണ്ട് ചെയ്യുമ്പോൾ എത്ര വരുന്നത്? നമ്മളുടെ 49 വരും. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളുടെ ആ ഒരു ഡിവൈസർ എന്ന് പറഞ്ഞാൽ ഈ സമ്മിനേക്കാളും 49 കുറവാണ്. 49 ആ ഡിവൈസർ മാറ്റി കഴിഞ്ഞാലും റിമൈൻഡർ 49 വന്നിരിക്കും. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ഒരു 2 ക്വസ്റ്റ്യൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ഏതാണ് കറക്റ്റ്? വാല്യൂ ഓഫ് 100 സ്ക്വയർ മൈനസ് 99 സ്ക്വയർ ഇങ്ങനെ ഇതിൻ്റെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് ഇത്രയാണ്. അടുത്ത വാല്യൂ ഓഫ് ഇത് ഇത്രയാണ്. നമുക്ക് നോക്കാം ഫസ്റ്റ് കറക്റ്റ് ആണോ നോക്കാം. 100 സ്ക്വയർ മൈനസ് 99 സ്ക്വയർ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. ഇവിടെ 100 സ്ക്വയർ മൈനസ് 99 സ്ക്വയർ എ പ്ലസ് ബി 100 പ്ലസ് 99 എ മൈനസ് ബി 1. അപ്പോൾ 100 പ്ലസ് 99 199. 199 അടുത്ത 100 പ്ലസ് 99 ഇവിടെ എന്ത് വരും? 98 97 പ്ലസ് 98 പ്ലസ് 97. ബാക്കി ഇൻറ്റു 1 എന്ത് ചെയ്തു? പോയി. പ്ലസ് 96 പ്ലസ് 95 ഇൻറ്റു 96 മൈനസ് 95. 96 മൈനസ് 95 പോയി. 96 പ്ലസ് 95 അങ്ങനെ പോയി. ഇവിടെ ഒരു 22 മൈനസ് 20. 22 പ്ലസ് 21 22 മൈനസ് 20. 22 പ്ലസ് 21 വന്നു. അതിൻ്റെ അർത്ഥം 21 മുതൽ 100 വരെയുള്ള നമ്പേഴ്സിന്റെ എന്ത് വേണം? സമ്മ് വേണം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അപ്ലൈ ചെയ്യാം. എത്രയാണ്? 1/2 1/2 അല്ല, എത്ര നമ്പേഴ്സ്? n/2. n എന്ന് പറഞ്ഞാൽ എത്ര വരും? 21 മുതൽ 100 വരെ എത്രയാണ്? 80 നമ്പേഴ്സ്. n/2 ഇൻറ്റു ലാസ്റ്റ് ടൈം പ്ലസ് ഫസ്റ്റ് ടൈം. അതാണ് നമ്മുടെ സം ഓഫ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും?
n എത്രയാണ് 80. 80/2 എന്ന് പറയുമ്പോൾ 40 ഇൻറ്റു ഫസ്റ്റ് ടൈം 100 പ്ലസ് 21 121. നമുക്ക് എന്തെന്ന് കിട്ടും? 121 ഗുണം 4 121 ഗുണം 4 എത്രയാണ്? 484. 0 വരും. അതെന്ത് ചെയ്തു? സാറ്റിസ്ഫൈ ചെയ്തു. അത് കറക്റ്റായി. അത് ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായി? കറക്റ്റായി. അടുത്ത ഈ ക്വസ്റ്റ്യൻ, ഇത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, അടിപൊളിയായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ദ വാല്യൂ ഓഫ് k² + 1/k² ഇൻറ്റു k - 1/k അങ്ങനെയൊക്കെ കിടക്കുവാണ്. ഇൻറ്റു k⁴ അങ്ങനെ കിടക്കുവാണ്. ഇവിടെ നിങ്ങളൊന്നും ആര് ചെയ്താൽ ഇത് ഞാൻ കഴിഞ്ഞ ക്രാഷ് കോഴ്സിൽ ചെയ്തിട്ടുള്ളതാണ്. എന്ത് ചെയ്യണം? നിങ്ങൾ ജസ്റ്റ് ഇവിടെ ഒരു k + 1/k ഉണ്ട്, എന്ത് ചെയ്യണം? മേളിൽ താഴെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ k + 1/k ഉണ്ട് മേളിലും, k + 1/k ഉണ്ട് താഴെ മൾട്ടിപ്ലൈ ചെയ്യണം. 1/k + 1/k അവിടെ വന്നു. അപ്പോൾ k + 1/k ഇൻറ്റു k - 1/k എന്തായി? k² - 1/k². ശ്രദ്ധിച്ച് കേൾക്കണം. k + 1/k ഉണ്ട്, ഒരു നമ്പറിനെ മേളിലും താഴെ ഒരേ നമ്പർ കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ ആ നമ്പറിന്റെ വാല്യൂവിന് എന്ത് വരത്തില്ല? ചേഞ്ച് വരത്തില്ല. മേളിലും k + 1/k താഴെയും k + 1/k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്തുകൊണ്ടാണ് ചെയ്തത്? a + b × a - b a² - b². ഇവിടെ എഴുതി കഴിഞ്ഞാൽ ഒരു 4-5 സ്റ്റെപ്പ് എഴുതാനുള്ളതുകൊണ്ട് നിങ്ങളിത് ഇങ്ങനെ തന്നെ ചെയ്യാൻ നോക്കുക. k + 1/k എക്സ്ട്രാ വന്നുകൂടെ, താഴത്തെ k + 1/k ഉണ്ടായതുകൊണ്ട് അത് വെട്ടിപ്പോകുള്ളൂ, വാല്യൂവിൽ ചേഞ്ച് ഇല്ല. k + 1/k ഇൻറ്റു k - 1/k k² - 1/k². a + b × a - b a² - 1/a². a² - b², a + b × a - b a² എന്ന് പറയുമ്പോൾ k യുടെ സ്ക്വയർ. 1/k² ആണ് 1/k². k² - 1/k² വന്നു. അതും എന്താണ്? a k² ആണെങ്കിൽ b 1/k². a k² ആണെങ്കിൽ k² - 1/k², b 1/k². ഇതും എന്ത് ചെയ്യും? a + b × a - b a² - b². ഇത് k² സ്ക്വയർ k⁴ - 1/k². മനസ്സിലാക്കിയില്ലെങ്കിൽ ഇത് എഴുതേണ്ടി വരും. 2, 3, 4, 5 സ്റ്റെപ്പ് എഴുതേണ്ടി വരും. ഇവിടെ k² - 1/k² വന്നു, ഇവിടെ k⁴ + 1/k² വന്നു. ഇതും a + b × a - b ആണ്. എന്ത് വരും? അത് k⁻. ഓക്കെ. അപ്പൊ ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്, മേളിൽ താഴെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, മേളിൽ താഴെ മൾട്ടിപ്ലൈ ഉണ്ട്. ചില ക്വസ്റ്റിനകത്ത് കുറച്ചൊരു അഡ്വാൻസ് ക്വസ്റ്റിനകത്ത് എന്ത് ചെയ്യും? മേളിൽ താഴെ ആ 1/k + k മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. പക്ഷെ ഇവിടെ എന്തുകൊണ്ട്? ഇവിടെ k + 1/k ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ പ്രശ്നമില്ല, സിമ്പിൾ ആയിട്ട് ചെയ്യും. വലിയ പ്രയാസം പോലും ഇല്ല. k + 1/k ഇൻറ്റു k - 1/k k² - 1/k². k² - 1/k², k² + 1/k², k⁴ - 1/k². ആ k⁴ - 1/k²ഉം k⁴ + 1/k². എന്നുവെച്ചാൽ അതിന്റെ സ്ക്വയർ. k⁴ സ്ക്വയർ എന്ന് പറഞ്ഞാൽ k⁴ ആണ്. അതൊക്കെ GD ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇത് k⁸ വരും. അപ്പൊ k⁸ പ്ലസ് 1/k⁸ വരും. ഓക്കെ, യെസ്. എവിടെ വരായി? ഇതും മൾട്ടിപ്ലൈ ചെയ്തു. k⁴ + 1/k⁴. അതും അതുകൂടെ മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ഇല്ല, അത് വരത്തില്ല. k⁸ - 1/k⁸ വന്നു. ഇനി ഇവിടെ ഉള്ള എന്താ? ഇവിടെ k⁴ - 1/k⁴. അതൊരിക്കലും മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിന്റെ സ്ക്വയർ വരത്തില്ല. ഇവിടെ എന്ത് വരണമായിരുന്നു? k⁻16 - 1/k⁻16 വരണമെങ്കിൽ എന്ത് വരണമായിരുന്നു? ഇവിടെ k⁸ + 1/k⁸ വരണം. പക്ഷെ അതല്ല വരുന്നത്. അത് വരാത്തത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? LHS ≠ RHS ആണ്. ഇത് ഒരു വെറൈറ്റി ക്വസ്റ്റൻ ആണ്. LHS ≠ RHS ആണ്. അതുകൊണ്ട് എന്തല്ല, ഇത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമേ കറക്റ്റ് ഉള്ളൂ. അങ്ങനെയുള്ള ഓപ്ഷൻ ചെയ്തുകൊണ്ട് ഓൺലി സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്. അതായത് ഓപ്ഷൻ ഡി ആണ് ആൻസർ. ആ നമ്പറിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇതങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ചില ക്വസ്റ്റിനകത്ത് അങ്ങനെ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. മെത്തേഡ് ഇതാണ്. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഒരു ടെസ്റ്റില്, ഒരു പരീക്ഷയിൽ എന്താ ചെയ്യുന്നത്? ഇവിടെ +5 marks are given for every correct answer and -2 marks are given for every incorrect answer. Jay answered all questions and scored -12 marks. So he got 4 correct answers. How many of his answers were incorrect? Incorrect ആയിട്ടുള്ള എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് 2-3 രീതി ചെയ്യാം. 5 മാർക്കാണ് കറക്റ്റ് ആൻസർ കിട്ടുന്നത്, -2 മാർക്കാണ് ഇൻകറക്റ്റ് ആൻസർ കിട്ടുന്നത്. എല്ലാ ക്വസ്റ്റിനും എഴുതിയാൽ സ്കോർഡ് -12 കിട്ടി. ദോ ഹി ഗോട്ട് 4 കറക്റ്റ് ആൻസേഴ്സ്. 4 കറക്റ്റ് ആൻസർ ഉണ്ടെങ്കിൽ അവന് 20 മാർക്ക് കിട്ടേണ്ടതായിരുന്നു. പിന്നെ ഓരോ തെറ്റ് ആൻസറിനും 20 മാർക്ക് കിട്ടേണ്ടതിന് അവൻ എത്ര കുറഞ്ഞത്? 20ൽ നിന്ന് 0-ലെത്തി, പിന്നെ -12 എത്തി. അതിന് 32 മാർക്കാണ് അവന് നഷ്ടപ്പെട്ടത്. 32 മാർക്ക് നഷ്ടപ്പെടണമെങ്കിൽ ഓൾറെഡി 5 മാർക്ക് കിട്ടണ്ടായിരുന്നു, അല്ലേ? 5 മാർക്ക് ശരിയായിരുന്നെങ്കിൽ 5 മാർക്ക് കിട്ടണ്ടായിരുന്നു. ഇൻകറക്റ്റ് ആൻസർ ആണെങ്കിൽ എന്ത് ചെയ്യും? -2 മാർക്ക് പോകും. 5 മാർക്ക് കിട്ടത്തുമില്ല, -2 മാർക്ക് കുറയും ചെയ്യും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ അവൻ എത്ര മാർക്കിന്റെ കുറവാണ് സംഭവിക്കുന്നത്? അവന് 5 കുറയും, -2 കുറയും. അത് -7ന്റെ കുറവാണ് വരുന്നത്. ഓക്കെ, -7ന്റെ കുറവാണ് വരുന്നത്.
ഓക്കെ, നമുക്ക് 32 അപ്പൊ അങ്ങനെ 32 മാർക്ക് അവന് കുറഞ്ഞു. അവിടെ നമുക്ക് ആ ഒരു മാർക്ക് കുറഞ്ഞു. യെസ് യെസ് യെസ്, അവിടെ 7ന്റെ ആവശ്യമില്ല, അവന് പ്ലസ് നമുക്ക് അവിടെ മാർക്ക് കിട്ടുന്നില്ല. യെസ്, ഇത്രേ ഉള്ളൂ. സിമ്പിളാണ്. ഇവിടെ പറയുന്നത് അവന് 32 മാർക്ക് ടോട്ടലി കുറഞ്ഞു, -32 അവന് സംഭവിച്ചു, കുറഞ്ഞു. -32 കുറഞ്ഞെങ്കിൽ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എത്ര ക്വസ്റ്റ്യൻ, ടോട്ടൽ ക്വസ്റ്റ്യൻ എണ്ണമല്ല ചോദിച്ചിരിക്കുന്നത്. യെസ്, ഹൗ മെനി ഓഫ് ഹീസ് ആൻസേഴ്സ് വെയർ ഇൻകറക്റ്റ്. -32 കുറയണമെങ്കിൽ 32 മാർക്ക് അവന് കുറഞ്ഞു. കാര്യം 20 കിട്ടേണ്ട അടുത്ത് അവന് -12 കിട്ടുള്ളൂ. അതിന്റെ അർത്ഥം 32 മാർക്ക് അവന് കുറഞ്ഞതാണ്, കിട്ടിയത് ഉള്ളതുകൂടെ കളഞ്ഞാണ്. അതായത് അവൻ എത്ര മാർക്ക് വെച്ചാൽ ഒരു ക്വസ്റ്റിന് വന്ന് 2 മാർക്ക് വെച്ചാൽ കുറഞ്ഞു. 32/2 16 ക്വസ്റ്റ്യൻസ് അവൻ തെറ്റിച്ചിരിക്കണം. 16 ക്വസ്റ്റ്യൻ തെറ്റിയിരുന്നെങ്കിൽ 16 ക്വസ്റ്റ്യൻ തെറ്റായത് കൊണ്ടാണ് അവൻ എന്ത് ചെയ്തത്, അവന് കിട്ടേണ്ട മാർക്കിൽ നിന്നും 32 കുറച്ച് -12 കിട്ടിയത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിളായിട്ട് ആലോചിക്കുക, കോമൺ സെൻസ് മാത്രം ഉപയോഗിച്ചാണ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഏകദേശം കുറേ ക്വസ്റ്റ്യൻസ് നമ്പർ സിസ്റ്റത്തിന്റെ ചെയ്തു. ഞാൻ പറഞ്ഞു HCF LCM എല്ലാം ക്ലാസ്സുകൾ ആ ഒരു ക്രാഷ് കോഴ്സിൽ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. എല്ലാം കണ്ട് നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. എല്ലാവരും ഇപ്പോഴേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ അതായത് CGL 2023 ചോദിച്ച ക്വസ്റ്റ്യൻസിന്റെ നോക്ക് ഒരു ദിവസം ഒരെണ്ണമെങ്കിലും മിനിമം നിങ്ങൾ ചെയ്യുക. അതിന്റെ സമയമായിട്ടുണ്ട്. എക്സാമിന് വേണ്ടി നന്നായിട്ട് അനാലിസ് ചെയ്യുക. ഇനി പുതിയ കാര്യങ്ങൾക്ക് പുറകെ പോകരുത്. ഓൾറെഡി സ്ട്രാറ്റജി വീഡിയോ എല്ലാം പറഞ്ഞിട്ടുണ്ട്. പഠിച്ച കാര്യങ്ങൾ വീണ്ടും സെറ്റ് ആക്കുക, മാക്സിമം പ്രാക്ടീസ് ചെയ്തിട്ട് പോവുക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. എല്ലാ ക്ലാസ്സിലും കണ്ട് നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.